നമസ്കാരം. യൂറോപ്പ് മലയാളി ജേണലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമുക്കൊരു വിശിഷ്ട വ്യക്തിയെ അതിഥിയായി ലഭിച്ചിട്ടുണ്ട്. അത് മറ്റാരുമല്ല, ജനപ്രതിനിധി എന്ന നിലയിൽ ഒട്ടേറെ ലോക റെക്കോർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള കേരളത്തിലെ ധനകാര്യമന്ത്രി ശ്രീ KM മാണി. UK സ്വാഗതം. ബ്രിട്ടീഷ് പാർലമെന്റിൽ അധ്വാന വർഗ സിദ്ധാന്തം അവതരിപ്പിച്ചതിന്റെ സന്തോഷത്തിലാണല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു അനുഭവം? എനിക്കൊരു നല്ല ഒരു അനുഭവമായിരുന്നു. കാരണം അധ്വാനവർഗ സിദ്ധാന്തം കേരളത്തിൽ ഒതുങ്ങി നിൽക്കുകയായിരുന്നു. അത് ലണ്ടനിൽ വന്ന് അത് പ്രകാശനം ചെയ്തപ്പോൾ, അത് സിദ്ധാന്തം പ്രകാശിപ്പിച്ചപ്പോൾ അതിന് കുറച്ചുകൂടി ഒരു നല്ലൊരു വിലയിരുത്തൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കോൺഫറൻസിലാണെങ്കിൽ നല്ലൊരു ഹൈലി എഡ്യൂക്കേറ്റഡ്, വളരെ പൊളിറ്റിക്കലി കോൺഷ്യസ്, നല്ലൊരു പ്രൗഢഗംഭീരമായ ഒരു സദസ്സായിരുന്നു. തീർച്ചയായിട്ടും ഞാനും അതിൽ പങ്കെടുത്തിരുന്നില്ല. അതില് MP-മാർ വരെ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേട്ടു. അപ്പൊ ഇങ്ങനെ ഒരു പുതിയ സിദ്ധാന്തവുമായി വരാനുള്ള സാഹചര്യം എന്തായിരുന്നു? സാഹചര്യം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലായാലും വിപ്ലവ അതിപ്രസരം അങ്ങോട്ട് വന്ന ഒരു കാലഘട്ടത്തിൽ വരുന്ന, ഞാൻ ഈ സിദ്ധാന്തം 1978 പ്രസിദ്ധീകരിച്ചതാണ്. അത് എൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിയിലെ ഒരു സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഞാൻ ഈ സിദ്ധാന്തത്തിൻ്റെ രൂപരേഖ അവതരിപ്പിച്ചു. പിന്നെ അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഒരു പുസ്തക രൂപേണ അത് പ്രകാശനം ചെയ്ത് 2003. അത് നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് അന്ന് പ്രകാശനം ചെയ്തത് മലയാളത്തിൽ. അത് അന്ന് തന്നെ പറഞ്ഞു ഞാനപ്പോൾ അതിൻ്റെ ഒരു ഇംഗ്ലീഷ് അദ്ദേഹത്തിന് ഇവിടെ നിന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഇംഗ്ലീഷ് ഞാൻ ഒരു സബ്സ്റ്റൻസ് അയച്ചു കൊടുത്തിരുന്നു. അദ്ദേഹം ഇവിടെ വന്നിട്ട് പറഞ്ഞത് ഇറ്റ്സ് വെരി വെരി നൈസ്, ഒരു നല്ലൊരു ഇതാണ്, പക്ഷെ ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൂടെ ഒന്ന് ട്രൈ വേണമെന്ന് പറഞ്ഞിരുന്നു. അത് പെട്ടെന്ന് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആയതിനു ശേഷം കേരളം സന്ദർശിച്ചപ്പോൾ വീണ്ടും രാജ്ഭവനിൽ വെച്ചുള്ളൂ സൗഹൃദ, ഞങ്ങളൊരു എല്ലാവരും കൂടെ മിനിസ്റ്റേഴ്സ് എല്ലാം കൂടെ ഒന്നിച്ച് കേരളക്കാരും ചർച്ച ചെയ്യാൻ കൂടിയപ്പോൾ മൻമോഹൻ സിംഗ് എന്നോട് ചോദിച്ചു, മിസ്റ്റർ മാണി, വെർ ഇസ് ദ ഇംഗ്ലീഷ് വേർഷൻ ഓഫ് യുവർ ബുക്ക്? അങ്ങനെ എന്നോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് അണ്ടർ ചുമ്മാ തമാശയും പറഞ്ഞു. പക്ഷെ സാധിച്ചില്ല. പക്ഷെ ഇപ്പം ലണ്ടൻ കോൺഫറൻസ്, ലണ്ടനിൽ ഇങ്ങനെ ഈ അധ്വാനവർഗ സിദ്ധാന്തം ഇവത്തെ പറ്റി ഇവിടെ അത് പ്രസന്റേഷൻ വെച്ചപ്പോൾ എനിക്ക് നിർബന്ധിതമായ സാഹചര്യം വന്നു. അതുകൊണ്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, അതാണ് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. വന്നത് ഈ കേരളത്തിലൊക്കെ ഒരു വിപ്ലവ അതിപ്രസരം വന്നെല്ലാം ഒരു കാലഘട്ടത്തിൽ ഈ മണ്ണിൽ കൃഷിക്കാർ അവരൊക്കെ ഭൂഷകളായിട്ടൊരു ചിത്രീകരണം. യഥാർത്ഥത്തിൽ കൃഷിക്കാരിൽ എത്രയോ പാവപ്പെട്ട ആളുകളാണ്. അപ്പൊ കൃഷിക്കാരെന്ന് പറഞ്ഞാൽ റബ്ബർ മുതലാളിമാർ, കുട്ടനാട്ടിലെ കൃഷിക്കാർ കായലായാക്കന്മാർ, ഇടുക്കിയിലെ കൃഷിക്കാർ കാട്ടുരായാക്കന്മാർ, ഇങ്ങനെയൊക്കെയുള്ളൊരു പദപ്രയോഗം കൊണ്ട് ഇവരെ അങ്ങോട്ട് പരിഹസിച്ച് ഈ മണ്ണിൽ പണിയെടുക്കുന്ന, അധ്വാനിക്കുന്ന, സ്വന്തം നിലയിൽ പണിയെടുക്കുന്നവരാ ഭൂരിപക്ഷ ആളുകൾ. അവരെ ഭൂഷമായിട്ട് ചിന്തിക്കും. അപ്പൊ അതെന്താന്ന് വെച്ചാൽ പ്രത്യേകിച്ച് DYFI അവര് ഈ സ്ലോഗൻ അങ്ങ് ഏറ്റെടുത്തു. ഞങ്ങൾ എന്തെങ്കിലും കൃഷിക്കാർക്ക് വേണ്ടി പറഞ്ഞു പോയാൽ, നാളികേരത്തിന് വില വേണമെന്ന് പറഞ്ഞാൽ ഉടനെ ഭൂസ്വാമികൾക്ക് വേണ്ടി പറയും. റബ്ബറിന് വില വേണമെന്ന് നമ്മൾ ഭക്ഷണം കൂട്ടുമ്പോൾ ഇതാ റബ്ബർ മുതലാളിമാർക്ക് വേണ്ടി സംസാരിക്കുന്നു, കായലായാക്കന്മാർക്ക് വേണ്ടി സംസാരിക്കും, ഇങ്ങനെ നമ്മളെ പരിഹസിക്കാം. അപ്പോൾ എൻ്റെ വാസ്തു പറഞ്ഞ എൻ്റെ മനസ്സ് ഞാൻ വേദനിച്ചു. കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ അതിന് സിമ്പതി ആർക്കുമില്ലല്ലോ. ഇതൊക്കെ തെറ്റായ ഒരു ദർശനത്തിന്റെ ഫലമാണല്ലോ. അല്ല, ഒരുപക്ഷെ അതുകൊണ്ടാക്കി ഇത്തരം ദർശനങ്ങൾ കൊണ്ടായിരിക്കും ഇപ്പൊ കേരളത്തിൽ കൃഷി കുറഞ്ഞു വരെയല്ലേ. അപ്പോൾ ഈ കൃഷിക്കാരൻ മണ്ണിൽ പണിയെടുക്കുന്ന ടോയിലിംഗ് മാസ്. അപ്പം മാർക്സിസ്റ്റ് പാർട്ടിയുടെ തെറ്റായ കാൾ മാർക്സിന്റെയും എംഗൽസിന്റെയും തെറ്റായ ഒരു വ്യാഖ്യാനമായിരുന്നു ഭൂഷ പ്രോലറ്റേറിയൻ. ആരാണ് മുതലാളി? സ്വകാര്യ സ്വത്തുള്ളവൻ മുഴുവൻ മുതലാളി. അപ്പൊ ചെറിയ ആളുകളും ഇല്ല സ്വകാര്യ സ്വത്തുള്ളവർ. 5 സെന്റ് ഉള്ളവനും മുതലാളിയാണ്, 5 ഏക്കർ മറ്റൊരാളുടെ കീഴിൽ വേതനത്തിന് പണിയെടുക്കുന്ന മുഴുവൻ തൊഴിലാളി. അങ്ങനെയാണ് വേതനത്തിന് പണിയെടുക്കുന്ന എത്രയോ പേർക്ക് വലിയ ശമ്പളവും വലിയ പോക്സും ഉണ്ട്. അപ്പൊ ഇത് തെറ്റായ ഒരു നിർവചനം, ഈ ക്ലാസിഫിക്കേഷൻ തെറ്റാ. അപ്പൊ ഞാൻ എന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, നിങ്ങളുടെ ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയല്ല. സ്വകാര്യ സ്വത്തുണ്ടോന്നോ എംപ്ലോയ്മെന്റ് ഉണ്ടോന്നോ അതിന്റെ അടിസ്ഥാനത്തിലല്ല, സാമ്പത്തിക ഭദ്രത പ്രാപിച്ചവനും പ്രാപിക്കാത്തവരും. അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിവുണ്ടോ? സാമ്പത്തിക ഭദ്രത പ്രാപിക്കാത്ത ആള് ടോയിലിംഗ് മാസ്, അധ്വാനവർഗ സിദ്ധാന്തമാണ്, അധ്വാനവർഗമാണ്. സാമ്പത്തിക ഭദ്രത പ്രാപിച്ചവര് വേറെ ക്ലാസ്. അപ്പം നമ്മളിപ്പോഴും ഈ സാമ്പത്തിക ഭദ്രത പ്രാപിക്കാത്ത ആളുകൾ, അവരുടെ ആ മേഖലയിലാണ് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? ചെറുകിട കൃഷിക്കാരനും ചെറുകിട വ്യാപാരിയും ചെറുകിട വ്യവസായിയും ചെറുകിട ജീവനക്കാരും എല്ലാം ഉൾപ്പെടുന്ന
ലോവർ മിഡിൽ ക്ലാസ്. ആ ലോവർ മിഡിൽ ക്ലാസ്സിൽ എല്ലാം വരും. അവരെ നോക്കിക്കൊണ്ട് ആ മേഖലയ്ക്ക് സംരക്ഷണം കൊടുക്കണം, പ്രോത്സാഹനം കൊടുക്കണം. അവിടെയാണ് ഉൽപ്പാദനം നടക്കുന്നത്. അവിടെ ഉൽപ്പാദനക്ഷമത നമുക്ക് വർദ്ധിപ്പിക്കണം, ഉൽപ്പാദനം കൂട്ടണം. അതില്ലെങ്കിൽ തളർന്നു പോകും. അവിടെയാണ് ഞാൻ ഈ ടോയിലിംഗ് മാസ് എന്ന് പറയുന്നത്. അവിടെയാണ് അങ്ങനെ ഒരു സിദ്ധാന്തം ബ്രിട്ടീഷ് പാർലമെന്റിൽ വന്ന് അവതരിപ്പിച്ചപ്പോൾ അതിനൊരു അതിശയോക്തി എനിക്ക് തോന്നി. ഒരു കാലത്ത് നമ്മളെ അടക്കി വാണിരുന്ന ആൾക്കാരാണ്. അവിടെ വന്നിട്ട് ഒരുപക്ഷെ അവരുടെ സിദ്ധാന്തത്തിന് എതിരായിട്ടുള്ളൊരു സിദ്ധാന്തമാണിത്, ഇല്ലേ? അല്ല, അവരെന്നോട് ചോദിച്ചപ്പോൾ ഇവിടെ എന്താണ്, അപ്പൊ അവിടെ അവിടെ നിന്നൊരു പ്രധാനപ്പെട്ട ഒരാൾ ചോദിക്കുകയുണ്ടായി, ഇവിടെ ആപ്ലിക്കബിൾ ആണോ ലണ്ടനിൽ? ലണ്ടൻ, ഞാൻ പറഞ്ഞു ലണ്ടനിൽ ആപ്ലിക്കബിളാ. ഇംഗ്ലണ്ട്, UK, യുണൈറ്റഡ് കിങ്ഡമിലും അമേരിക്കയിലൊക്കെ വന്നിരിക്കുന്നത് എന്താ? ഇവിടെ ഒരുപാട് തൊഴിൽരഹിതരായ ആളുകൾ വന്നിട്ടില്ലേ? തൊഴിൽരഹിതരായ ആളുകൾ, പാവപ്പെട്ടവരായ ആളുകളുണ്ട്. ആ മേഖലയിലേക്ക് നമുക്ക് കൂടുതൽ ചിന്തിക്കണം. കോർപ്പറേറ്റ് മേഖലയിലും വലിയ വ്യവസായ മേഖലകളിലും വലിയ രീതിയിലല്ലല്ലോ, പാവപ്പെട്ട മേഖലകളെല്ലാം ഉണ്ട്. ഇപ്പൊ ക്യാപിറ്റലിസത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്, അത് ഞാനിവിടെ വെച്ച് തന്നെ പറഞ്ഞല്ലോ, ക്യാപിറ്റലിസത്തിന്റെ ദൂഷ്യഫലങ്ങളാണ് ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ആഗോള സാമ്പത്തിക പ്രതിസന്ധി തന്നെ ഫ്രീ മാർക്കറ്റ് ഇക്കോണമിയുടെ ഫലമല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അമേരിക്കൻ ബാങ്കിങ് മേഖലയിൽ അവര് സർവ്വസ്വാതന്ത്ര്യം അങ്ങോട്ട് കൊടുത്തു. ഒരു വ്യവസ്ഥയില്ല, നിയമമില്ല, ചട്ടങ്ങളില്ല, ഓരോരുത്തർ സ്വതന്ത്ര ഫ്രീ മാർക്കറ്റ് ഇക്കോണമി. അവരപ്പോ സബ്പ്രൈം ലെൻഡിങ് ആയി മറ്റേ അനാരോഗ്യകരമായിട്ടുള്ള ബാങ്കുകളെ കൺട്രോൾ ചെയ്യാൻ ആളില്ലാതെ പോയി. അതാണ് രീതിയിലേക്ക് പോയി. ബാങ്കുകളെല്ലാം കൊലാപ്സ് ചെയ്തു. ആ ബാങ്കുകൾ കൊലാപ്സ് ചെയ്തപ്പോൾ ലോകത്തിന്റെ ക്യാപിറ്റൽ എല്ലാം പോയി അല്ലേ? അപ്പൊ ഒരു ഫിനാൻഷ്യൽ ക്യാപിറ്റലാണ് അമേരിക്ക എന്ന് പറയുന്നത്. അപ്പൊ അവര് തളർന്നപ്പോൾ ലോകരാജ്യങ്ങൾ തളർന്നു. പക്ഷെ ഇന്ത്യയിലും അത് ബാധിച്ചു. ഇന്ത്യയിൽ ബാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെപ്പോലെയോ അമേരിക്കയോ UK പോലെയോ ഒന്നും അത്രയും ശക്തമായി നമ്മളെ ബാധിക്കാത്തതിന്റെ കാരണം നമുക്കവിടെ നമ്മുടെ ബാങ്കിങ് സിസ്റ്റം വളരെ നല്ല ഇഷ്ടമാണ്. കാരണം റിസർവ് ബാങ്കിന്റെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടും അതുകൊണ്ടാണത് വന്നത്. അപ്പൊ എനിക്ക് ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിനോട് ഞാൻ ഇന്നോട് വെച്ച് എന്റെ ചർച്ചയിൽ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ശ്രീകുമാർ പങ്കെടുത്തല്ലോ. നമ്മളെ ഓർമ്മയുള്ള ഞാൻ പറഞ്ഞ സാമ്പത്തിക മേഖലയിൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ വേണം. ആവശ്യമായ ചില നിയന്ത്രണങ്ങളില്ലെങ്കിൽ ഈ തകർച്ച വരും. അതുകൊണ്ട് ഇത് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്, ആ ക്യാപിറ്റലിസവും അവിടെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ അങ്ങനെ സാമ്പത്തിക പ്രക്രിയകളാകാം, പ്രവർത്തനമാകാം. എത്ര വേണമെങ്കിലും സ്വത്ത് സമ്പാദിക്കാം, എത്ര വേണമെങ്കിലും സ്വത്ത് ഉത്പാദിപ്പിക്കാം, കൺട്രോൾ ചെയ്യണം. അപ്പൊ അതാണ്. അല്ല, താങ്കൾ ഈ സിദ്ധാന്തം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും പോയി അവതരിപ്പിച്ചല്ലോ ഈ അടുത്ത ദിവസം. ഞാൻ ഇന്നലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയിരുന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അവര് എന്നോട് ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ കുറെ പ്രൊഫസേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഈ തിയറി പുതിയൊരു തിയറിയുമായിട്ട് ഒരാൾ വരുന്നു ഇൻട്രസ്റ്റ് ഉണ്ടാവും തീർച്ചയായും. അവർക്കെല്ലാം വളരെ സന്തോഷത്തോടെ ഒരു കോപ്പി മേടിച്ചു. ഇപ്പൊ ഓക്സ്ഫോർഡ് സർവകലാശാലയിലും ചർച്ച ചെയ്യുന്ന, ഇപ്പൊ ഇവിടെ ബ്രിട്ടീഷ് പാർലമെന്റ് ഹൗസിലും ചർച്ച ചെയ്യാൻ ചെയ്തത് ഒരു വലിയൊരു കാര്യമാണ്. പ്രൈം മിനിസ്റ്റർ വരെ അതിന്റെ ഒരു കോപ്പി ചോദിച്ചുകൊണ്ട് ലെറ്റർ താങ്കൾക്ക് തന്നതായി ഞാൻ കണ്ടു. അതെ, അതായത് നമ്മുടെ ഇന്നത്തെ ചർച്ചയില് നമ്മുടെ ഹൗസ് ഓഫ് കോമൺസിലെ ഡെപ്യൂട്ടി സ്പീക്കർ തന്നെ ഒരു കോപ്പി വേണം പ്രൈം മിനിസ്റ്റർ കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് എന്നോട് ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഒപ്പിട്ട് പ്രൈം മിനിസ്റ്റർ കൊടുത്തു. അതൊക്കെ വലിയ കാര്യമാണ്. അപ്പൊ ഇത്രയും ഒരു പ്രധാനമായ സിദ്ധാന്തം അവതരിപ്പിക്കുമ്പോൾ ഇത് പ്രാവർത്തികമാക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും? പ്രാവർത്തികമാക്കാന്ന് പറഞ്ഞാൽ ഞാനൊരു 10 ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ 10 ബഡ്ജറ്റിന്റെ ആത്മാവ് അധ്വാന വർഗമാണ്. അതിനകത്ത് സ്കീംസ്, ഓരോ ഘട്ടത്തിലും കൊണ്ടുവന്ന സ്കീംസ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ ബഡ്ജറ്റ്, ഇക്കൊല്ല ബഡ്ജറ്റിയുടെ സ്വയം സംരംഭക മിഷൻ. തൊഴിലില്ലാത്ത എത്രയോ ചെറുപ്പക്കാരാ, തൊഴിലുണ്ട്. ആ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് എന്താ നമ്മൾ ചെയ്തത്? അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാരായ ആളുകൾക്ക് മുഴുവൻ എന്റർപ്രന്യൂറൽ ട്രെയിനിങ് കൊടുക്കുക. ട്രെയിനിങ് കൊടുത്തിട്ട് ഒരു 4 ആഴ്ചത്തെ ട്രെയിനിങ്, 50,000 പേർക്ക് ട്രെയിനിങ് കൊടുത്ത്, ട്രെയിനിങ് കിട്ടിയ ആളുകൾ സ്വയം സംരംഭക ഒരു സൊസൈറ്റികൾ രൂപീകരിക്കുന്നു. 2 പേരിൽ കുറയാത്ത 5 പേരിൽ അധികരിക്കാത്ത ആളുകൾ ചേർന്ന് ട്രെയിനിങ് കിട്ടിയ ആളുകളുടെ നേതൃത്വത്തിൽ ഒരു സൊസൈറ്റി തുടങ്ങുന്നുവെങ്കിൽ, ഒരു പുതിയ സംരംഭം ആരംഭിക്കുന്നുവെങ്കിൽ അവർക്ക് 20 ലക്ഷം രൂപ പലിശയില്ല, ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ, പലിശയില്ല വായ്പ കൊടുക്കാൻ കഴിഞ്ഞ കൊല്ലത്തെ ബഡ്ജറ്റിൽ ഒരു, അതായത് ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു ആദ്യത്തെ. അപ്പോൾ അതനുസരിച്ച് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു 250-300 ഏതാണ്ട് 300ഓളം സ്വയം സംരംഭക
സ്വയം സംരംഭങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. അവർക്ക് ആവശ്യമായ ബാങ്ക് ഫിനാൻസ് എല്ലാം ഓർഗനൈസ് ചെയ്ത് കൊടുത്തു. അതിന്റെ ആദ്യത്തെ ബാച്ചിന് ചെക്ക് കൊടുക്കുകയുണ്ടായി. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കാൻ പോവാം. വേറൊരു കാര്യം, ഇക്കൊല്ലത്തെ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം, സ്കിൽ അപ്ഗ്രഡേഷൻ പ്രോഗ്രാം, 2 പ്രോഗ്രാം ഇക്കൊല്ലത്തെ ബഡ്ജറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വിദ്യാഭ്യാസ രംഗത്ത് വരുത്തേണ്ടതായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ പാഠ്യപദ്ധതിക്ക് പുറമെ +2 വിദ്യാലയങ്ങൾ മുതൽ ഒരു തൊഴിൽ പദ്ധതിയും കൂടെ, ഒരു തൊഴിലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതെങ്കിലും പാഠ്യപദ്ധതിയിൽ അവർക്ക് +2 അഡ്മിഷൻ വരുമ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടമുള്ള സയൻസ് ഗ്രൂപ്പ്, ഹ്യൂമാനിറ്റീസ് ഏതെങ്കിലും തിരഞ്ഞെടുക്കുന്ന പോലെ തന്നെ കുറെ തൊഴിലുകളുടെ പട്ടികയുണ്ട്. അതിന് ഇഷ്ടമുള്ള ഒരു തൊഴിൽ അവർക്ക് തിരഞ്ഞെടുക്കാം. ആ തൊഴിൽ അവർക്ക് പരിചയം കൊടുക്കും. താങ്കൾക്ക് താങ്കൾ അവതരിപ്പിച്ച ബഡ്ജറ്റിനെ കുറിച്ച് ധാരാളം പറയാനുണ്ടാവും. യൂറോപ്പ് മലയാളി ജേണൽ എന്ന് പറയുന്ന എൻ്റെ ഈ പ്രോഗ്രാമിന് രാഷ്ട്രീയമില്ല. എന്നിരുന്നാലും താങ്കളുടെ സൈഡിൽ നിന്ന് തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ആ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായി. ഞാൻ കണ്ടു, ടി-വിയിലെ കണ്ടതാണ്. അപ്പൊ അതിൽ കുറെ ആൾക്കാർ നല്ലതായിട്ട് അഭിനന്ദിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ വരുമല്ലോ. അതും പാലാക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് പ്രത്യേകിച്ച് പറയുന്നത് അതൊക്കെ ക്ഷീരമുള്ളവർ അകടിഞ്ചു മണ്ഡലം ചോര തന്നെ കുതുകിനൊക്കെ പുതുകുമെന്ന് പറയൂല്ലോ. ആയിരിക്കും. ഞാൻ എന്റെ ബഡ്ജറ്റ് ഹരിത ബഡ്ജറ്റ്, ഹരിത രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താ? ചില ആളുകൾ ഇപ്പൊ ഈ ഹരിത രാഷ്ട്രീയ അതിന് ദുർവ്യാഖ്യാനങ്ങൾ. എന്നെ സംബന്ധിച്ചിടത്തോളം ഹരിത രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഹരിതം എന്ന് പച്ചയാ, പച്ചിലയാ, 2 ഇലയാ, ആ ഇല അലയാണ്. ആ ഹരിത രാഷ്ട്രീയം എന്ന് പറയുന്നത് കൃഷിക്കാരൻ, ആ കർഷകനെ കൈവിട്ടുകൊണ്ട് അല്ലെങ്കിൽ കർഷകനെ വിസ്മരിച്ചുകൊണ്ട് ഒരു ഹരിത രാഷ്ട്രീയം ഇല്ല. ഞാൻ ഇക്കൊല്ലത്തെ ബഡ്ജറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഹൈടെക് അഗ്രികൾച്ചറാണ്. നമുക്ക് നമ്മുടെ കാർഷിക മേഖലയിൽ വന്നിരിക്കുന്ന ബുദ്ധിമുട്ട് എന്താ? കാർഷിക മേഖലയിലെ നമ്മൾ വാല്യൂ ആഡ് ചെയ്താൽ ഓരോ ഉൽപ്പന്നം, ഏതെങ്കിലും നെല്ലെടുത്തു, ആ നെല്ലിന്റെ ഉമി, നെല്ലിൽ നിന്ന് തവിട് ഉണ്ടാക്കാം, തവിട് എണ്ണ ഉണ്ടാക്കാം. ഉമിയിൽ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം. തവിടും വൈക്കോലൂടെ ചേർത്ത കാലിത്തീറ്റ ഉണ്ടാക്കാം. തേങ്ങാ വെള്ളത്തിൽ നിന്ന്, തേങ്ങാ കേക്കിൽ നിന്ന്, തേങ്ങാ പീരിയിൽ നിന്ന്, ഇതെല്ലാം നടക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ തെങ്ങിൽ നിന്ന് എന്തെല്ലാം ഉണ്ടാകും. അപ്പൊ ഈ വാല്യൂ അഡീഷന് വേണ്ടി ബയോ പാർക്കുകൾ, നെൽകർഷക മേഖലയിൽ 2 ബയോ പാർക്കുകൾ, തെങ്ങിന്റെ മേഖലയിൽ, നാളികേര മേഖലയിൽ 3 ബയോ പാർക്കുകൾ ഇക്കൊല്ലത്തെ ബഡ്ജറ്റിൽ കൊണ്ടുവന്നിരിക്കുക. ഒരുപോലെ തന്നെ ഒരു കാര്യം, ഗ്രീൻ ഹൗസസ്. നമ്മൾ ഇസ്രായേലിലൊക്കെ ഗ്രീൻ ഹൗസ് ഇല്ലേ, കേരളത്തിൽ കൊണ്ടുവരികയാണ് ഗ്രീൻ ഹൗസ്. പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികളൊക്കെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ, നമുക്ക് സ്വാശ്രയത്വം ആ രംഗത്ത് കൈവരിക്കുവാൻ വേണ്ടി 3000 ഗ്രീൻ ഹൗസുകൾ ഇക്കൊല്ലം, കമ്പ്യൂട്ടറൈസ്ഡ് ഗ്രീൻ ഹൗസ്, പോളി ഹൗസസ് ഇക്കൊല്ലം കേരളത്തിൽ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു വിപുലമായ ഒരു പദ്ധതി എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിത് പറഞ്ഞത് നമ്മുടെ കാര്യം ഞാനും കൂടെ ഒന്ന് പറഞ്ഞു. കാരണം നമ്മളെ പദ്ധതികൾ എല്ലാം നല്ലതാണ്. പദ്ധതികൾ പലപ്പോഴും നടപ്പാക്കപ്പെടും, പക്ഷെ കുറച്ചു നാൾ കഴിയുമ്പോൾ തുരുമ്പെടുത്ത് പോകുന്നത് കാണാറുണ്ടല്ലോ. അത് ശരിയാണ്. പദ്ധതിയൊക്കെ അത് പല രീതിയിലാണ്. പദ്ധതികൾ പ്രഖ്യാപിക്കും, പക്ഷെ പ്രഖ്യാപിക്കുന്ന പദ്ധതികളെല്ലാം നടപ്പാക്കാറില്ല. പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ ആദ്യം വലിയ ആരംഭശൂരത്വം കാണും, കുറച്ച് കഴിയുമ്പോൾ ചടഞ്ഞു പോയി. അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ പദ്ധതികളുടെ ബഡ്ജറ്റിൽ കൂടെ പ്രഖ്യാപിച്ച പദ്ധതികളൊക്കെ നടപ്പിലാകുക. ഇക്കൊല്ലം തന്നെ ബഡ്ജറ്റ് പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം ഓരോ വകുപ്പുകൾ, ഏതൊക്കെ വകുപ്പുകളിലാണോ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചത്, അതാത് മന്ത്രിമാരും അതാത് വകുപ്പിലെ സെക്രട്ടറിമാരുമായിട്ട് ഇരുന്നു കൊണ്ട് മുമ്പിലെ ചർച്ച നടത്തി അതിനെല്ലാം ഏസ് കൊടുക്കുവാൻ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ, ഭരണ അനുമതി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള മുൻകൈ ഞാൻ എടുക്കുകയുണ്ടായി. അപ്പൊ അതിന്റെ പരമായിട്ട് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പരിപാടികൾ 90% നടപ്പിലായി കഴിഞ്ഞു. ഞാനിപ്പോ ഈ പറഞ്ഞ ഈ പരിപാടികൾ സ്വയം സംരംഭക മിഷൻ നടപ്പിലായി. അതുപോലെ തന്നെ നമ്മുടെ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം നടപ്പിലായി, സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാം നടപ്പിലായി, ഹൈടെക് ഗ്രീൻ ഹൗസസ് പ്രോഗ്രാം നടപ്പിലായി. അപ്പൊ നടപ്പിലാകണം. വെറുതെ ഒരു എന്ന് പറയുന്നത് ഒരു കാര്യത്തെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം പറയാം. ഇക്കൊല്ലവും ഞാൻ അവതരിപ്പിച്ച ബഡ്ജറ്റിന്റെ പ്രത്യേകത കേരളത്തിന്റെ വികസനം, അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുന്നത്. അപ്പൊ മാലിന്യ വിമുക്ത കേരളം, കേരളത്തിൽ ഏറ്റവും ആവശ്യം ദൈവത്തിന്റെ നാട്, അമേരിക്കയിൽ നിന്നൊക്കെ അവിടെ വന്ന്, ലണ്ടനിൽ നിന്നൊക്കെ അവിടെ വന്നിച്ച് പോയി. ഇത് അതിന് മാലിന്യത്തെ കുറിച്ച് കൂടുതൽ പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അവിടെ അത് നടക്കാത്ത കാര്യങ്ങളാണ്. എത്രയോ വർഷമായിട്ട് മാലിന്യം വിമുക്ത കേരളം എന്ന് പറയുന്നത് ഓരോ സർക്കാർ വരുമ്പോഴും. അതെ, ഇക്കൊല്ലത്തെ വ്യത്യാസം, കഴിഞ്ഞ കൊല്ലം മാലിന്യങ്ങൾ കളക്ട് ചെയ്ത് അത് പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും സംസ്കരിക്കുന്നതിനുള്ള ഫാക്ടറികളായിരുന്നു വിഭാവന ചെയ്തതെങ്കിൽ ഇക്കൊല്ലം ഉറവിട മാലിന്യം ഒരു സ്കീം സോഴ്സിൽ വെച്ച് തന്നെ എല്ലാ വീട്ടുകാരും അവരവിടെ വീട്ടുവളപ്പിൽ ജനറേറ്റ് ചെയ്യുന്ന ആ മാലിന്യങ്ങളെ അവിടെ വെച്ച് തന്നെ സംസ്കരിക്കാൻ ഒരു കുഴൽ, ഒരു പൈപ്പ് കമ്പോസ്റ്റ്, ഒരു 1000 രൂപ മുടക്കിയാൽ ഒരു കുഴല്,
ആ കുഴലിനകത്തോട്ട് ഈ വേസ്റ്റ് എല്ലാം ഇടുന്നു. ആ വേസ്റ്റ് ഇട്ടാൽ അത് മൂടി വെച്ചാൽ 2 മാസം 3 മാസം കഴിയുമ്പോൾ വളമാണ്. ആ വളം നമുക്ക് പച്ചക്കറിക്കൊക്കെ ഉപയോഗിക്കാം. ഇതിന്റെ 75% സബ്സിഡി ഗവൺമെന്റ് കൊടുക്കുന്ന പരിപാടിയാണ് ഇക്കൊല്ലത്തെ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തത്. കേരളത്തിലെ മുഴുവൻ വീട്ടുകാരും ഉറവിട മാലിന്യ സംസ്കരണത്തിന് വേണ്ടി അവർ പങ്കാളികളാവുമ്പോൾ നമ്മുടെ ഉറവിടത്തിൽ തന്നെ മാലിന്യങ്ങൾ ഇത് കേൾക്കാൻ വളരെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച നാട്ടിൽ പോയിരുന്നതാണ്. ട്രിവാൻഡ്രം സിറ്റിയിലൂടെ ഒരുപാട് യാത്ര ചെയ്തു. മാലിന്യങ്ങൾ കൂടിക്കിടക്കുകയാണ്. അതുകൊണ്ട് മാലിന്യങ്ങൾ ആരെങ്കിലും സംസ്കരിച്ചാൽ നല്ലതെന്നേ നമുക്ക് പറയാനുള്ളൂ. ഇപ്പം നമ്മൾ വിദേശ മലയാളികൾ എന്ന് പറയുന്ന ആൾക്കാർ എപ്പോഴും കേരളം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. അവിടെ രാഷ്ട്രീയമില്ല. അപ്പോൾ താങ്കൾ എത്രയോ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ആദ്യത്തെ ബഡ്ജറ്റ് ഏത് വർഷമായിരിക്കും? ആദ്യത്തെ ബഡ്ജറ്റ് 1976-77 ശ്രീ അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. അന്നാണ് ഞാൻ ധനകാര്യമന്ത്രിയായിരിക്കുന്നത്. ആദ്യത്തെ ബഡ്ജറ്റ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ബഡ്ജറ്റ് ഒന്ന് ഓർമ്മിച്ചെടുക്കുകയാണെങ്കിൽ വിദേശ മലയാളികളുടെ കോൺട്രിബ്യൂഷൻ എത്രത്തോളം ഉണ്ടായിരുന്നു ആ അവസരത്തിലല്ല? വിദേശ മലയാളിയുടെ കോൺട്രിബ്യൂഷൻ അന്നും വലിയ ഒരു കോൺട്രിബ്യൂഷൻ. ഇന്നിപ്പോൾ എത്രയാണ് വരുന്നത്? 30,000 കോടി രൂപയോളം ഫോറിൻ റെമിറ്റൻസ് ആണ്. ആ ഫോറിൻ റെമിറ്റൻസ് നമുക്ക് ചാനലൈസ് ചെയ്യാൻ മുഴുവൻ കഴിഞ്ഞിട്ടില്ല. അതെല്ലാം നമ്മുടെ പ്രൊഡക്റ്റീവ് സെക്ടറിലേക്ക് കൊണ്ടുവന്ന് റീപ്രൊഡക്റ്റീവ് ആക്കാനായിട്ട് നമുക്ക് കഴിയും. ഇന്നിപ്പോൾ ഡെഡ് മണി ആയിട്ട് ബാങ്കുകളിലൊക്കെ കിടക്കുകയാണ്. പക്ഷെ അത് റീപ്രൊഡക്റ്റീവ് ആക്കാൻ, അതിനാണ് ഈ നമ്മൾ റീപ്രൊഡക്റ്റീവ് ആക്കണമെന്നുണ്ട്. ഇപ്പൊ എമർജിംഗ് കേരളയൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ 12-ാം തീയതി കേരളത്തിൽ എമർജിംഗ് കേരള ആരംഭിക്കുകയാണ്. ഇൻവെസ്റ്റേഴ്സിനെ എല്ലാം ക്ഷണിച്ചിരിക്കുക. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് വരട്ടെ, അവിടെ വ്യവസായങ്ങൾ വരട്ടെ, കൂടുതൽ തൊഴിലവസരങ്ങൾ ആ നിലയിലും വരട്ടെ. അല്ല, വിദേശ മലയാളികൾക്ക് എപ്പോഴും താല്പര്യമുണ്ട് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു കാലത്ത് ഐ തിങ്ക് ശ്രീ AK ആന്റണിയുടെ സമയത്ത് ഒരു ജിം നടന്നു. എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. പിന്നെ അല്ല, അതുപോലെ അല്ല, അത് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് വന്നല്ലോ. അതെ, വന്നു, കുറെ വന്നു. അല്ല, അത് ഞാൻ പറഞ്ഞ അത്തരത്തിലാവരുത് എന്ന് ഒരു ചെറിയൊരു ആവില്ല. ഇത് നമ്മൾ ഈ വരുമ്പോഴത്തേക്കും ഓരോ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കുകയാണല്ലോ. ഗവൺമെന്റ് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിന് ഒരു വ്യത്യാസം വരണം. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല കാര്യങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കണം. അത് തീർച്ചയായിട്ടും വിദേശ രാജ്യത്ത് കണ്ടുപിടിക്കേണ്ടതാണ്. ഇവിടെ എല്ലാം വെറുതെ രാഷ്ട്രീയത്തിന്റെ കണ്ണാടിയിൽ കൂടെ കാണരുത്. നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ക്രിയാത്മകമായ സഹകരണം പ്രതിപക്ഷമായാലും കൊടുക്കണം. പക്ഷെ നമ്മുടെ ഒരു കൾച്ചർ അങ്ങനെ അല്ലല്ലോ ഇപ്പൊ. തീർച്ചയായിട്ടും നമുക്കൊരു തെറ്റായ ഒരു പ്രവണതയാണ്. ആ പ്രവണത നമുക്ക് മാറ്റിയെടുക്കേണ്ടതായി. ഏത് നല്ല കാര്യം ചെയ്താലും എതിർക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷം. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാസികളുടെ കോൺട്രിബ്യൂഷൻ വളരെയാണ് കേരളത്തിന്റെ വികസനത്തിന്. പ്രവാസികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹാരം ഉണ്ടാക്കുക. അല്ല, പ്രവാസി മലയാളികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ എത്രത്തോളം മന്ത്രിസഭ ഇടപെടുന്നുണ്ടെന്നുള്ളതാണ്. ഞങ്ങൾ അതിനു വേണ്ടി അങ്ങേറ്റം ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ പ്രവാസി മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ലണ്ടൻ, ഞാൻ ഇന്ന് സിഇഒയുമായിട്ടൊരു യോഗം ഉണ്ടായിരുന്നു കാലത്ത്. ഇവിടുത്തെ ഉദ്യോഗസ്ഥ മണ്ഡലത്തിലുമായിട്ട് ഇന്ന് രാവിലെ ഞാനുമായിട്ടൊരു ഇതുണ്ടായിരുന്നു. കുറെ വ്യവസായികളോട് വന്നിരുന്നു. UK ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് മീറ്റിംഗ് ആയിരുന്നു. UK ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് മീറ്റിംഗ്. അതിനകത്ത് അപ്പം അവരോട് ഞാൻ അതിനകത്ത് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇവിടുന്ന് ലണ്ടനിൽ നിന്ന് കേരളത്തിലേക്ക് ഒരു ഡയറക്റ്റ് ഫ്ലൈറ്റ് അതെല്ലാവരും ആഗ്രഹിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ എത്രമാത്രം ലണ്ടനിൽ നിന്നും ഇൻവെസ്റ്റ്മെന്റ് അങ്ങോട്ട് വരണമെന്ന് പറയുമ്പോൾ ഒരു കണക്ടിവിറ്റി വേണ്ടേ? തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവണം. രാജ്യം നമ്മള് UK-യും കേരളവും തമ്മിലുള്ള അകൽച്ച കുറയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ടാവണം. അപ്പൊ അതെല്ലാ രീതിയിലും നമ്മുടെ വികസനത്തിന് ആവശ്യമാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. കേരള ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം അത് ക്യാബിനറ്റ് അതിനെപ്പറ്റി ആലോചിക്കുകയുണ്ടായി. കേന്ദ്ര ഗവൺമെന്റിൽ അത് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നമുക്കങ്ങനെ ഫ്ലൈറ്റുകൾ അതുപോലെ തന്നെ ഗൾഫിലേക്കും അമേരിക്കയിലേക്കും സൗകര്യപ്രദമായി നമ്മുടെ NRI നമ്മുടെ പ്രവാസികൾക്ക് യാത്ര ചെയ്യത്തക്കവണ്ണം ഉള്ള ഫ്ലൈറ്റുകളൊക്കെ നമുക്ക് കൊണ്ടുവരേണ്ടതാണ്. അല്ലല്ല, ഈ വിദേശ മലയാളികളുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇപ്പൊ യൂറോപ്പിൽ കഴിയുന്ന ആൾക്കാരുടെ പ്രശ്നം ഒന്നാണ്, മിഡിൽ ഈസ്റ്റിൽ കഴിയുന്ന ആൾക്കാരുടെ പ്രശ്നം വേറൊന്നാണ്. ഇത് രണ്ടും രണ്ടായിട്ട് കണ്ടുകൊണ്ട് തന്നെ അതിനുള്ള പരിഹാരങ്ങൾ കാണാൻ കഴിയണം. അത് വ്യത്യസ്തമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള വ്യത്യസ്തമായ പരിപാടികളുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങൾ അതിന് മുൻകൈ എടുക്കുന്നതാണ്. നമ്മൾ വിദേശ മലയാളികളുടെ കാര്യത്തിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ, കാര്യം ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് വന്നുകൊണ്ടിരിക്കുന്നു. ഈ അടുത്ത സമയത്തായിട്ട് കേരളം തന്നെ ശരിക്ക് മണി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു, സ്മാർട്ട് സിറ്റി ഉണ്ടാകുന്നു. ഇതെല്ലാം വന്നപ്പോൾ വിദേശ മലയാളികളുടെ പൈസയ്ക്ക് അത്ര വിലയില്ലെന്ന് തോന്നി തുടങ്ങിയോ? അങ്ങനെയൊന്നും ഇല്ലല്ലോ. വിദേശ മലയാളികളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഇക്കോണമി
വളരെയധികം സ്വാധീനിക്കുന്ന വിദേശ മലയാളികളുടെ റെമിറ്റൻസ് ആണ്, അവരുടെ കോൺട്രിബ്യൂഷനാണ്. അസല് അവർക്ക് എത്രയോ കഴിവുകളുണ്ട്, എത്രയോ അനുഭവജ്ഞാനമുണ്ട്. അവരുടെ കഴിവുകളും അവരുടെ അനുഭവജ്ഞാനവും കേരളത്തിന് പ്രയോജനകരമാക്കണം എന്നുള്ളതാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത്. അതുപോലെ തന്നെ അവര് സ്ഥിരമായിട്ടത് വിദേശ രാജ്യങ്ങൾ സെറ്റിൽ ചെയ്യേണ്ടവരല്ല. അവര് തിരികെ വരികയും അവരുടെ വിജ്ഞാനവും അവരുടെ അറിവും നമുക്ക് നമ്മുടെ രാജ്യത്തിന് മുതൽക്കൂട്ടായിട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ അവരെ ആകർഷിക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ അവരെ റീസെറ്റിൽ ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാംസ് നമുക്ക് വേണം. അവർ തിരിച്ചു വരുമ്പോൾ അവർക്ക് ആവശ്യമായ പാർപ്പിട സൗകര്യങ്ങൾ കൊടുക്കണം, അവർക്ക് ആവശ്യമായ ഇൻസെന്റീവ്സ് നമുക്ക് കൊടുക്കണം, അവിടെ മുതൽ മുടക്കാനും അവർ ഇൻവെസ്റ്റ് ചെയ്യാനും കൊടുക്കണം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടിയാണല്ലോ നോർക്ക തുടങ്ങിയ ഏതായാലും കുറെ ബെറ്റർ ആയിട്ടുണ്ട്. പക്ഷേ ഇനിയും കൂടുതൽ ആ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതിക്കാൻ തീർച്ചയായിട്ടും ഞങ്ങൾ അല്ല. അങ്ങനെയാണെങ്കിൽ വിദേശ മലയാളികൾക്ക് ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഗവൺമെന്റ് തലത്തിൽ എടുത്തിട്ട് എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്നുള്ള പരാതികൾ ധാരാളം നമ്മൾ കേട്ടു വരുന്നുണ്ട്. പരാതികളുണ്ടാവും. വലിയൊരു മേഖലയല്ലേ, പരാതികൾ കാണും. കഴിവതും പരാതികൾ ഒഴിവാക്കിക്കൊണ്ട് പരമാവധി അവർക്ക് മെച്ചപ്പെട്ട സേവനം നൽകുന്നതിന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതിജ്ഞാബദ്ധമായി നിൽക്കുകയാണ്. താങ്കൾ ഇപ്പൊ UK എത്തിയിരിക്കുന്നത് താങ്കളുടെ പ്രബന്ധം അവതരിപ്പിച്ച്, അതും ബ്രിട്ടീഷ് പാർലമെന്റ് ഹൗസിനകത്ത് തന്നെ ഇത്തരം ഒരു അവസരം ലഭിച്ചതിൽ യൂറോപ്പിലെ മലയാളികൾ യഥാർത്ഥത്തിൽ അഭിമാനം കൊള്ളുകയാണ്. അവിടെ വന്നിട്ട് MP-മാരോടും ഇതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കുകയും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയൊക്കെ ചെയ്ത രീതിയിൽ ഞങ്ങൾ കേരളീയർ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ശ്രീകുമാർ അത് അറ്റൻഡ് ചെയ്ത ആളാണല്ലോ. ശ്രീകുമാറിനാണല്ലോ കൂടുതലായിട്ട് അറിയാവുന്നത്. അല്ല, തീർച്ചയായിട്ടും സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ലണ്ടനിലെ ഇന്നത്തെ പരിപാടി നല്ല വിജയകരമായിരുന്നു. അതിലെനിക്ക് വലിയൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ അവതരണത്തിലുണ്ട്. എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ജോബ് സാറ്റിസ്ഫാക്ഷൻ. അല്ല, താങ്കൾ ഇവിടെ വന്നു, വിദേശ മലയാളികളെ കുറിച്ച് പൊതുവായിട്ടാണ് സംസാരിച്ചത്. യൂറോപ്പിലെ മലയാളികൾ, അതുപോലെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ UK പല സ്ഥലങ്ങളിലും പോയി മലയാളികളുമായിട്ട് സമ്പർക്കം പുലർത്തിയല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ടി എന്താണ് താങ്കൾക്ക് ചെയ്യാൻ കഴിയുന്നത്? ഞങ്ങൾ ആലോചിക്കാം. ഗവൺമെന്റ് മൊത്തമായിട്ട് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളും എന്റെ മനസ്സിലുണ്ട്. ഞങ്ങൾ കൂട്ടായിട്ട് മന്ത്രിസഭയിൽ ആലോചിച്ച് കൂട്ടായ ചില കാര്യങ്ങൾ ചെയ്യാം, ആലോചിക്കുന്നുണ്ട്. ഇത് 2-3 കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ട്. ഇവിടെ നഴ്സിംഗ് കമ്മ്യൂണിറ്റി ധാരാളം ഉള്ളതാണ്. പിന്നെ സ്റ്റുഡൻ്റ് ആയിട്ട് ധാരാളം ആൾക്കാർ കേരളത്തിൽ നിന്ന് വരുന്നുണ്ട്. ഇതെല്ലാം കുറെ തട്ടിപ്പിന് ഇരയാകുന്ന ആൾക്കാരുമുണ്ട് കേരളത്തിലെ. അതിന് താങ്കൾക്ക് എന്തെങ്കിലും ചെയ്യാം? അതുകൊണ്ട് ആ രംഗങ്ങളൊക്കെ നമുക്ക് അതിന്റെ പഴുതുകളൊക്കെ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗവൺമെന്റ് അത് വളരെ സീരിയസ് ആയിട്ട് അത് പരിശോധിക്കാം. അതിനുള്ള പ്രതിവിധികൾ അല്ല, നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാര്യമല്ല. കേരളത്തിൽ ഓരോ പോസ്റ്റിലും ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, സ്റ്റഡി ഇൻ UK ആൻഡ് ഏൺ മണി എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ അഡ്വർടൈസ് ചെയ്ത് ആളുകൾക്ക് ഇങ്ങനെ പ്രേരണ കൊടുത്തുകൊണ്ട് ആളുകളെ വശീകരിക്കുകയും അവരെ വഴിതെറ്റിക്കുകയൊക്കെ ചെയ്യുന്ന ചില ആളുകളുണ്ട്. കറുത്ത ആളുകൾ എല്ലാത്തിന്റെ ഇടയിലില്ലേ? തീർച്ചയായിട്ടും. എന്നുകൊണ്ട് ഇപ്പൊ എല്ലാം അങ്ങനെയല്ല. പക്ഷേ അത് നമുക്ക് കുഴപ്പമില്ല. അല്ല, അത്തരം കാര്യങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കാനുള്ള കാര്യങ്ങളിലും കൂടെ ശ്രദ്ധ ചെലുത്തണമെന്ന് പറയാണ് തീർച്ചയായിട്ടും. അത് ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അതിനെതിരെ കർശനമായ നടപടി അങ്ങനെയുള്ളതിനെതിരെ നമ്മൾ സ്വീകരിക്കും. ഒരിക്കൽ കൂടി ഞങ്ങൾ അഭിമാനം കൊണ്ടുകൊണ്ട് പറയുകയാണ്, പാർലമെന്റിൽ വന്ന് ഇത്തരം ഒരു പ്രബന്ധം അവതരിപ്പിക്കുകയും മറ്റുള്ളവരുടെ കണ്ണിലുണ്ണിയായി മാറുകയും ചെയ്തതിന് യൂറോപ്പ് മലയാളി ജേണലിന്റെ പേരിൽ നന്ദി പറയുന്നു. On behalf of the people of India and on behalf of the Indian population of the UK, I extend my respectful regards to the government of the UK and the people of the UK. Now, let me share with you some of the features of the theory of the toiling class. The theory of the toiling class is an alternate to communism and capitalism, the two ideologies, well-known ideologies. But however, they have their own drawbacks. You know what is capitalism? Capitalism means unlimited ownership of the means of production, unlimited private capital formation, and limitless acquisition and accumulation of wealth are the features of capitalism. But this system creates economic inequalities
and concentration of wealth, and it promotes exploitation. Therefore, it has not gained universal acceptance. Then we shall go on communism. Communism, abolition, you know all what is communism. Abolition of the private property, national proletariat, dictatorship of the proletariat. കേരളത്തിന്റെ ധനകാര്യമന്ത്രിയുമായുള്ള ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്തയാഴ്ച മറ്റൊരു വിഷയമായി കാണും വരെ നന്ദി, നമസ്കാരം.